എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്നത് കപടമായിട്ടുള്ള ഒരു ലോകത്താണ്. അത് തിരിച്ചറിയുക തന്നെ വേണം. ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കുന്ന ആളാണ് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് മനസ്സിലാക്കുക. അവർക്ക് യാതൊരുവിധ ശത്രുക്കളും ഉണ്ടാവില്ല. അവരോട് നമുക്ക് ദേഷ്യമുണ്ടാവില്ല. കാരണം എന്താണ്? അവർ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് മറ്റൊരാൾക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിയില്ല. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ നിങ്ങളോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അയാൾ നിങ്ങളോട് വാക്ക് തർക്കത്തിലേർപ്പെടുന്നു. നിങ്ങൾ കരുതും അയാളാണ് നിങ്ങളുടെ ശത്രു എന്ന്. സത്യത്തിൽ ആ പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോട് ശകാരിച്ച, നിങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ച, നിങ്ങളോടത് തുറന്നു പറഞ്ഞ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു പ്രശ്നം അതോടുകൂടി തന്നെ ഇല്ലാണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ അയാൾ നിങ്ങളോട് അത് പ്രകടിപ്പിച്ചു, അതോടുകൂടി അത് തീർന്നു. പക്ഷേ നിങ്ങൾ കരുതുന്നത് അയാളാണ് ഏറ്റവും മോശമെന്നാണ്. മറ്റേ വ്യക്തി നിങ്ങളോട് ചിരിച്ചു, നിങ്ങളോട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അയാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പക്ഷേ നിങ്ങളുടെ മുമ്പിലെത്തുന്ന സമയത്ത് ഒരു കപടമായിട്ടുള്ള ചിരിയും ചിരിച്ച് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളും സംസാരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആരെയും നിങ്ങൾ കാണില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടത് നഗ്നമായ സത്യങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിലൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അയാൾക്ക് സഹായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ചും പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്നത് കപടമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ്. ഏറ്റവും നന്നായിട്ട് ചിരിക്കാനും ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനും അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആളുകൾ, അവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും വലിയ അഭിനേതാക്കൾ നമ്മൾ ചലച്ചിത്രങ്ങളിൽ കാണുന്ന ആളുകളൊന്നുമല്ല, നമുക്കിടയിലുണ്ട് അവർ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് യഥാർത്ഥത്തിൽ നമ്മളെ കബളിപ്പിക്കുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നത്, നമ്മളോട് സ്നേഹമുള്ളവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ഷണകോണിലൂടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മറ്റുള്ളവരെ വീക്ഷിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് തിരിച്ചറിയാൻ വൈകുന്നതോടുകൂടി, അല്ലെങ്കിൽ എത്ര കണ്ട് നിങ്ങൾ വൈകുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ്. കാരണം നമ്മൾ കാണുന്നവർ യഥാർത്ഥത്തിൽ അവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നേരെ മറിച്ച് എത്രയും നേരത്തെ നിങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. വെറുതെ തന്നെ നിങ്ങളുടെ സമയം കവർന്നുകൊണ്ട് നിങ്ങളോട് പ്രലോഭനങ്ങൾ തന്നുകൊണ്ടും, അല്ലെങ്കിൽ നിറവേറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഉറപ്പുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടും, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയൊക്കെ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കാം. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളുണ്ടായേക്കാം. പക്ഷേ അവരൊന്നും തന്നെ ആ കാര്യങ്ങൾ നടത്തി തരില്ല. ചിലപ്പോൾ നിങ്ങൾ ആ കാര്യം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. ഒരു സ്ഥലം വിൽക്കുന്നതിന് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. വർഷങ്ങളായിട്ട് നിങ്ങൾ പറയുന്നുണ്ടാവും അതൊന്ന് വിറ്റ് കിട്ടിയാൽ എൻ്റെ കാര്യങ്ങൾ നടക്കും. പക്ഷേ അയാൾ പറയും അത് ഞാൻ നടത്തി തരും, നമുക്ക് വിൽക്കാം എന്ന് പറയും. പക്ഷേ കാര്യം നടക്കില്ല. അപ്പോൾ നിങ്ങളുടെ വർഷങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ച് ആ വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തതുകൊണ്ടാണ്. നിങ്ങൾ പല ആളുകളോട് പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നെങ്കിലും ഒരു കാര്യം ക്ലിയറായി കിട്ടും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ആരാണ് നിങ്ങൾക്ക് കാര്യം നടത്തി തരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുക. ഈ ഒരു അഭിനേതാക്കളുടെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ വ്യക്തികളെ പഠിക്കുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിലാകുന്നതാണ്. കാരണം എല്ലാവരും തന്നെ നല്ല അഭിനേതാക്കളാണ്. ചിരിച്ചുകൊണ്ടാണ് അവർ നിങ്ങളുടെ മുമ്പിൽ വരിക. അവർ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ സമീപിക്കും. നിങ്ങൾ കരുതും അതാണ് ശരിയെന്ന്.
ചിരി നല്ലതാണ്, ചിരിച്ചുകൊണ്ട് ഒരു കാര്യം അവതരിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്തായിരിക്കണം, നമ്മൾ ജെന്യൂൻ ആയിരിക്കണം, നമ്മൾ സത്യസന്ധരായിരിക്കണം. പക്ഷേ ഇത്തരക്കാരെന്തല്ല, സത്യസന്ധരല്ല. അത് തിരിച്ചറിയാൻ പലരും വൈകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.